മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തീയ സമൂഹത്തിൽ പ്രത്യാശ വെറും ആഗ്രഹമല്ല, മറിച്ച് വിശ്വാസത്തിൽ വേറിട്ട ഉറച്ച പ്രതീക്ഷയാണ്. പ്രത്യാശയുള്ളവരായി ജീവിക്കേണ്ടതിനെക്കുറിച്ച് വിശുദ്ധ അഗസ്തീനോസ് ഇങ്ങനെ പറയുന്നു: ഭൂതകാലം ദൈവത്തിൻ്റെ കരുണയ്ക്ക് ഏൽപ്പിക്കുക, വർത്തമാനകാലം അവിടുത്തെ സ്നേഹത്തിന് ഏൽപ്പിക്കുക, ഭാവി അവിടുത്തെ പരിപാലനയ്ക്ക് ഏൽപ്പിക്കുക. പ്രത്യാശയുണർത്തുന്ന നേഴ്സസ് ടൈമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ 2025 ജൂബിലി വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന ആപ്തവാക്യമാണ് ഈ ജൂബിലി വർഷത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രത്യാശയുടെ തീർത്ഥാടകരായി ജീവിക്കേണ്ടതെങ്ങനെയെന്ന് ഇന്റർനാഷണൽ നഴ്സസ് മിനിസ്ട്രിയുടെ സ്പിരിച്വൽ ഡയറക്ടറായ ഫാദർ പീറ്റർ PM ചർച്ച ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്കവരെ ശ്രവിക്കാം. അച്ഛാ, പരിശുദ്ധ മാർപ്പാപ്പ ഈ വർഷം പ്രത്യാശയുടെ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. ഇതിനെക്കുറിച്ച് ഞങ്ങളോടൊന്ന് വിശദീകരിക്കാമോ? 2025 പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യാശയുടെ വർഷമായിട്ട്, തീർത്ഥാടകരുടെ പ്രത്യാശയുടെ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതൊരു ജൂബിലി വർഷമാണ്. ആദ്യമായിട്ട് തന്നെ ജൂബിലിയെ പറ്റി നമുക്ക് അറിയണം. ജൂബിലി എന്താണെന്ന്. ജൂബിലി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ളൊരു വാക്കാണ് ജൂബിലി. നമ്മളുടെ ഭവനങ്ങളിൽ ചിലപ്പോൾ ജൂബിലി ആഘോഷിക്കാറുണ്ട്. മാതാപിതാക്കളുടെ വിവാഹത്തിൻ്റെ ജൂബിലി വർഷം, സിൽവർ ജൂബിലി, ഗോൾഡൻ ജൂബിലി. ചിലപ്പോൾ നമ്മളുടെ ദേവാലയങ്ങളിൽ ജൂബിലി ആഘോഷിക്കാറുണ്ട്. അതുപോലെ തന്നെ വൈദികരുടെ ജൂബിലി അല്ലേ. ഇതിലെല്ലാം ഒരു സന്തോഷമുണ്ട്. ആ ജൂബിലി അനുബന്ധിച്ച് നമ്മൾ പലതും നന്മകൾ ചെയ്യാറുണ്ട്. പക്ഷേ സഭയെ സംബന്ധിച്ച് ജൂബിലി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ളതാണ് ജൂബിലി. ജൂബിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശുദ്ധിയിലേക്കുള്ളൊരു വിളിയാണ്. വിശുദ്ധിയിലേക്ക് കടന്നു വരണം. വിശുദ്ധിയുടെ ഒരു വർഷമാണത്. അത് വിശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മളിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി, നമ്മുടെ കൂട്ടായ്മയിൽ മാറ്റം വരുത്തി ദൈവത്തിങ്കിലേക്ക് പോകേണ്ട ഒരു വിളിയാണത്. അതാണ് ഈ ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വിശുദ്ധിയിലേക്ക് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ കൂട്ടായ്മയെയും ദൈവം വിശുദ്ധിയിലേക്ക് വിളിക്കുകയാണ്. വിശുദ്ധിയിലേക്ക് കടന്നു വരുവാനുള്ള ഒരു ആഹ്വാനം തന്നിരിക്കുകയാണ്. ഈ ജൂബിലി യഹൂദരുടെ ഇടയിലുണ്ടായിരുന്നു. അവർ ഓരോ 7 വർഷം എത്തുമ്പോഴും ഒരു വിശുദ്ധ വർഷമായിട്ട് ആഘോഷിച്ചിരുന്നു. അങ്ങനെ 7 വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു 7 വർഷം, അതായത് 7 പ്രാവശ്യം വിശുദ്ധ വർഷം ആഘോഷിച്ച്, അങ്ങനെ 7 പ്രാവശ്യം ആഘോഷിച്ചു കഴിഞ്ഞാൽ പിന്നെ 50ാമത്തെ വർഷം അവർ ജൂബിലിയായിട്ട് ആഘോഷിച്ചിരുന്നു. ഈ വർഷത്തിൽ വളരെ കാര്യങ്ങൾ അവർ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് കടങ്ങൾ എഴുതി തള്ളിയിരുന്നു. അവരുടെ വയലുകൾ വിശ്രമിക്കാൻ അനുവദിച്ചു. രോഗികളെയും അതുപോലെ തന്നെ പാവപ്പെട്ടവരെയെല്ലാം അവർ വളരെയധികം സംരക്ഷിച്ചിരുന്നു. എന്നാൽ യേശു വന്നപ്പോൾ, യേശു ലൂക്കായുടെ സുവിശേഷത്തിൽ ജൂബിലി വർഷം പ്രഖ്യാപിക്കുന്നുണ്ട്. ഞാൻ ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. കുരുടർക്ക് കാഴ്ച നൽകുവാനും ബന്ധനാവസ്ഥയിലുള്ളവർക്ക് മോചനം നൽകുന്നതിനും അതുപോലെ തന്നെ ദരിദ്രരെ സംരക്ഷിക്കുന്നതിനും വേണ്ടി വന്നിരിക്കുകയാണ് എന്നുള്ള ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. കഴിഞ്ഞ് നമ്മളുടെ കത്തോലിക്ക സഭയിലേക്ക് കടന്നു വരികയാണെങ്കിൽ 1300-ലാണ്
നമ്മളുടെ ബോണിഫസ് 8 ആണ് ഈ ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിച്ചത്. ബോണിഫസ് മാർപ്പാപ്പ ഇത് ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിക്കാൻ കാരണമുണ്ടായിരുന്നു. റോമിൽ ഒരു വലിയ ജനക്കൂട്ടം തടിച്ചുകൂടി. അത് കഴിഞ്ഞ് മാർപ്പാപ്പയോട് പറഞ്ഞ് ഞങ്ങൾക്ക് ദണ്ഡവിമോചനം കേട്ടണം, ഞങ്ങളുടെ തീർത്ഥാടനത്തിൻ്റെ ഒരു കൃപ ലഭിക്കണം. അപ്പോൾ മാർപ്പാപ്പ അതിനെ ബേസ് ചെയ്ത് ഒരു ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിച്ചു 1300-ൽ. അന്ന് മാർപ്പാപ്പ 100 വർഷത്തിലൊരിക്കലാണ് ജൂബിലി വർഷം ആഘോഷിക്കാനായിട്ട് പ്രഖ്യാപിച്ചത്. എന്നിരുന്നാൽ തന്നെയും 1343-ൽ ക്ലെമന്റ് 6 അത് 50 വർഷമായിട്ട് കുറച്ച്. കാരണം കുറച്ചുകൂടി ആളുകൾക്ക് പങ്കെടുക്കുവാനായിട്ട് അതുകൊണ്ട് സാധിക്കും അതുകൊണ്ട് 50 വർഷമായിട്ട് കുറച്ച്. പിന്നീട് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ 1470-ലാണ് പിയൂസ് 2 മാർപ്പാപ്പ അത് 25 വർഷമായിട്ട് ആഘോഷിച്ചു. നമ്മൾ കഴിഞ്ഞ ജൂബിലി വർഷം 25 വർഷത്തിൻ്റെ ജൂബിലി 2000-ലായിരുന്നു ആഘോഷിച്ചത്. അത് ഒരു മഹാ ജൂബിലി ആയിട്ടാണ് ആഘോഷിച്ചത്, 2000 ആണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് വരുന്നൊരു ജൂബിലിയാണ് 2025 ഉള്ള ജൂബിലി. ഇതിനകം ഒരു 26 ജൂബിലികൾ കത്തോലിക്ക സഭയിൽ ആഘോഷിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ 27ാമത്തെ ഒരു ജൂബിലിയാണ്. ഈ ജൂബിലി ഒരു പ്രത്യാശയുടെ, പ്രത്യേകിച്ച് ഇത് ഈ കാലഘട്ടത്തിൽ ഇത് വളരെ വലിയ സന്ദേശമാണ്, പ്രത്യാശ. കാരണം എവിടെ നോക്കിയാലും യുദ്ധവും അതുപോലെ തന്നെ തിന്മയുടേതായിട്ടുള്ള വളർച്ചകളും ഇങ്ങനെയുള്ള നിരാശയിലേക്ക് പോകുന്ന ഒരു സാഹചര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ ന്യൂസ് പേപ്പറും അതുപോലെ തന്നെ TV എല്ലാം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മെസ്സേജാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? എവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു അരക്ഷിതാവസ്ഥ. അങ്ങനെയുള്ള സമയത്ത് ഈ പ്രത്യാശ വളരെ വലുതാണ്. പ്രത്യാശയുടെ ഈ സന്ദേശം, പ്രത്യാശ എന്ന് പറയുമ്പോൾ ശുഭാപ്തി വിശ്വാസമല്ല. പ്രത്യാശ എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്, ദൈവത്തിൻ്റെ ഒരു പുണ്യമാണ്. അത് മനുഷ്യൻ നേടിയ ദൈവത്തിൽ ആശ്രയിച്ചുള്ളതാണ്. ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. മനഃശാസ്ത്രജ്ഞന്മാരോ അല്ലെങ്കിൽ മോട്ടിവേഷൻ ടോക്കോ ഇതൊക്കെ തരുന്നവർക്ക്. പക്ഷെ അത് എപ്പോഴെങ്കിലും തരിപ്പണമാകാം. അതില്ലാതെ വരുമ്പോൾ നമ്മളുടെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. ചിലപ്പോൾ അത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാതെ വരുമ്പോൾ ചിലപ്പോൾ നിരാശയിലേക്ക് പോകും. പക്ഷെ പ്രത്യാശ അതല്ല. പ്രത്യാശ ഒരിക്കലും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നില്ല അല്ല, ജീവിതത്തിൽ ദുരിതങ്ങളുണ്ടാകാം, രോഗങ്ങളുണ്ടാകാം, വേദനകളുണ്ടാകാം, കഷ്ടപ്പാടുകളുണ്ടാകാം, പലതും ജീവിതത്തിലേക്ക് കടന്നു വരാം. ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകളെല്ലാം തന്നെ കടന്നു വന്നു കഴിഞ്ഞാലും എൻ്റെ കൂടെ എന്നെ രക്ഷിക്കുന്ന, എന്നോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു വലിയ ദൈവമുണ്ട്. ആ ദൈവത്തിലാണ് പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ജൂബിലിയുടെ എംബ്ലം നിങ്ങൾ കണ്ടു കാണുമായിരിക്കും ചിലപ്പോൾ. ഈ എംബ്ലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് പ്രത്യാശയുടെ ഒരു എംബ്ലമാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ഒരു ജനത്തെയാണ് കാണിച്ചിരിക്കുന്നത് 4 കളറിൽ, അല്ലേ? ഇവര് തോളോട് തോളി ചേർന്നാണ് നിൽക്കുന്നത്. തോളോട് നിന്ന് ഏറ്റവും മുന്നിലുള്ള ആള് കുരിശിനോട് അള്ളിപ്പിടിച്ചിരിക്കുകയാണ്, അല്ലേ? അതായത് ഈ കുരിശു മരണത്തിലൂടെയാണ് യേശു നമുക്ക് ഉദ്ധിതനായിട്ട് നമുക്ക് പൂർണ്ണമായിട്ടുള്ള മോചനം നൽകിയിരിക്കുന്നത്. നമ്മെ മോചിപ്പിക്കുവാനും നമ്മളെ സംരക്ഷിക്കുവാനും ശക്തിയുള്ള ഒരു വലിയ കുരിശാണ്. ആ കുരിശിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നങ്കൂരമാണ്. ഒരിക്കലും അത് എത്ര ജനം കയറി പിടിച്ചാലും ഒരിക്കലും അത് ആടി ഉലയുകയില്ല, നങ്കൂരത്തിലിരിക്കുകയാണ്. ഈ ജനം നിൽക്കുന്നത് നോക്കുകയാണെങ്കിൽ, ആ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു കടലിൽ നിൽക്കുന്നത് പോലെയാണ്, ഓളങ്ങൾക്ക് മുമ്പിലാണ്. ഇത് തന്നെയാണ് ജീവിതവും, പലതരത്തിലുള്ള ഓളങ്ങൾ. അതിൻ്റെ എപ്പോഴാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുവാൻ നമ്മുടെ വള്ളങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ മറിയുവാൻ. പക്ഷെ ഇങ്ങനെയുള്ളൊരു വലിയ നങ്കൂരത്തിൽ അഴിച്ചേക്കുമ്പോൾ ഒരിക്കലും അത് സാധിക്കില്ല. അങ്ങനെയുള്ള വലിയ ഒരു സന്ദേശമാണ് ഈ പ്രത്യാശയുടെ നേരം. വിശുദ്ധ പൗലോസാണ് റോമക്കാർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, പ്രത്യാശ ഒരിക്കലും നിങ്ങളെ നിരാശരാക്കുകയില്ല. ഇത് വെറുതെ പറയുന്നൊരു വാക്കല്ല, പൗലോസ് അനുഭവിച്ചറിഞ്ഞതാണ്. പൗലോസിൻ്റെ ഒരു ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെയാണ് പൗലോസ് നടന്നത്. മരണത്തെ എത്ര പ്രാവശ്യമാണ് അദ്ദേഹം കണ്ടിരിക്കുന്നത്, എത്ര പ്രാവശ്യമാണ് അദ്ദേഹം ജയിലിൽ കടന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു ക്രൈസ്തവന് ഇത്രമാത്രം വേദനകളും ദുരിതങ്ങളും അനുഭവിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ ഇത്രമാത്രം ദുരിതങ്ങളും ഉണ്ടാകാൻ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഒരിക്കലും
പ്രത്യാശ എന്നെ നിരാശനാക്കുന്നില്ല. ആയതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവനോ ഞാൻ മരിച്ചാലും ജീവിച്ചാലും എല്ലാം ഈ ക്രിസ്തുവാണ്. അത്രമാത്രം ഒരു അനുഭവത്തിൽ നിന്നുമാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാർപ്പാപ്പ ഈ തന്നിരിക്കുന്ന സന്ദേശം ഇന്നത്തെ ആധുനിക ലോകത്തിന് ഉതകിയ ഒന്ന് തന്നെയാണ്. നമ്മളും ഇതുപോലെ തന്നെ പ്രത്യാശയിലേക്ക് പോകണം, ആ യേശുവിനെ മുറുകെ പിടിക്കണം. നമുക്ക് പലതും ഉണ്ടാകാം, നമ്മുടെ സമ്പത്തുണ്ടാകാം, നല്ല ജോലി ഉണ്ടായിരിക്കാം, ബുദ്ധി ഉണ്ടായിരിക്കാം, എല്ലാം ഉണ്ടായിരിക്കാം. പക്ഷെ അതൊക്കെ ഏത് നിമിഷത്തിൽ വേണമെങ്കിലും, പക്ഷെ ഒന്ന് മാത്രം പ്രത്യാശ, ഒരിക്കലും എന്നെ കൈവിടുകയില്ല. അത് ഒരു വലിയ ഇടയൻ എനിക്കുണ്ട്, ആ ഇടയൻ എന്നെ നയിക്കും എന്നുള്ള ആ വലിയ വിശ്വാസമാണ് അതാണ് പ്രത്യാശ. നമ്മൾ ഒരിക്കലും നിരാശരാക്കുകയില്ല. ആ യേശുവിൽ പ്രത്യാശ വെച്ചവർ ഒരിക്കലും നിരാശരായിട്ടില്ല. എത്രയോ മദർ തെരേസ തന്നെ എടുത്തു നോക്കുക, ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയത്. പക്ഷെ ഒരിക്കലും നിരാശയായിരുന്നില്ല. മറ്റുള്ളവർക്ക് എന്നൊരു പ്രത്യാശയുടെ സന്ദേശം നൽകുവാനായിട്ട് അമ്മയ്ക്ക് സാധിച്ചു. അച്ഛാ, ഈ ജൂബിലി വർഷത്തിൽ നമ്മൾ തീർത്ഥാടനം നടത്തുന്നതിനെ കുറിച്ചും അതിലൂടെ നമുക്ക് പരിപൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നതിനെ കുറിച്ചും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. ജൂബിലി വർഷത്തിലെ തീർത്ഥാടനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. റോമിലാണെങ്കിൽ നമ്മളുടെ മാർപ്പാപ്പ 4 വലിയ ബസിലിക്കയിലേക്ക് നമുക്ക് തീർത്ഥാടനം ചെയ്യുവാനായിട്ട്, അതുപോലെ തന്നെ വിശുദ്ധ നാടുകളിൽ 3 ബസിലിക്കകളിലേക്ക് തീർത്ഥാടനം ചെയ്യുവാനായിട്ട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും റോമിൽ പോകുവാനോ ഹോളി ലാൻഡിൽ പോകുവാനോ ഒന്നും സാധിക്കുകയില്ല. ആയതുകൊണ്ട് എല്ലാ രൂപതകളിലും പിതാക്കന്മാർക്ക് പ്രത്യേക അനുവാദം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കത്തീഡ്രലോ അല്ലെങ്കിൽ ഏതെങ്കിലും ദേവാലയങ്ങളോ ലേക്ക് പ്രത്യേകിച്ച് ഒരു വിശുദ്ധ സ്ഥലമായിട്ട് പ്രഖ്യാപിക്കാമെന്ന്. ആയതുകൊണ്ടാണ് നമ്മളുടെ വികാരിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UAE, ഇവിടെ 7 പള്ളികളുണ്ട്. UAE, പിന്നെ ഒമാൻ, പിന്നെ യമൻ, ഈ 3 സ്ഥലങ്ങളിലും വിശുദ്ധ സ്ഥലം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ UAE റാസൽ ഖേമയിലുള്ള വിശുദ്ധ അന്തോണീസ് പുണ്യാളുടെ ദേവാലയം, ഒമാനിലാണെങ്കിൽ വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ദേവാലയം, അതുപോലെ തന്നെ യമനിലാണെങ്കിൽ അവിടെ നമ്മളുടെ മദർ തെരേസ സിസ്റ്റേഴ്സ് ഉണ്ട്, അവർക്ക് ചാപ്പലുണ്ട്. ഇപ്പോൾ അവിടുത്തെ പള്ളികളൊന്നും തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. പക്ഷേ സിസ്റ്റേഴ്സിൻ്റെ ചാപ്പലുണ്ട്. അവിടെയും ഒരു ചെറിയ സമൂഹം നമുക്കുണ്ട്. അപ്പോൾ അവിടെയും ഉള്ളവർക്ക് ഈ കൃപ അനുഭവിച്ചറിയുന്നതിന് വേണ്ടി ആ സ്ഥലവും കൊടുത്തിട്ടുണ്ട്, ആ സിസ്റ്റേഴ്സിൻ്റെ ചാപ്പല്. അങ്ങനെ തീർത്ഥാടനം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെല്ലാവരും പ്രവാസികളാണ്. പ്രവാസികൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ദുരിതവും ബുദ്ധിമുട്ടുകളും നമുക്കറിയാം. ബാഹ്യമായിട്ട് പലവരും നമ്മെ കാണുമ്പോൾ വളരെ വലിയതായിട്ട് കാണുമെങ്കിലും നമ്മളുടെ അനുദിന ജീവിതത്തിലുള്ള പ്രയാസങ്ങളും ദുഃഖങ്ങളും നമ്മൾക്കറിയാം. സ്വന്തമായിട്ടൊരു വീടില്ല സാധാരണ നമ്മളെ പോലെയുള്ളവർക്ക്, അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ അത്രമാത്രം സ്ഥിരതയില്ല, എപ്പോഴാണെങ്കിലും ജോലി നഷ്ടപ്പെടാം. അങ്ങനെ ഒരു സ്ഥിരതയില്ലാത്ത ഇത് തന്നെയാണ് പ്രവാസികളുടെ തീർത്ഥാടകരുടെയും ജീവിതം. ഒരു സ്ഥിരതയില്ല, ഒരു സുരക്ഷിതത്വം ഇല്ല, പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? ഒരു ലക്ഷ്യമുണ്ട്, അവിടെ എത്തിച്ചേരണം. തീർത്ഥാടനം എപ്പോഴും വിശുദ്ധ സ്ഥലങ്ങളിലേക്കാണ്, അല്ലേ? വിശുദ്ധിയിലേക്കുള്ളൊരു യാത്രയാണ്. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധിയിലേക്ക് കടക്കണം. അതെ, അവിടെയെല്ലാം ദണ്ഡവിമോചനത്തെ പറ്റി പറഞ്ഞു. അവിടെയെല്ലാം ചെന്ന് ദണ്ഡവിമോചനം പ്രാപിക്കുവാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അതിന് മാർപ്പാപ്പ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ദണ്ഡവിമോചനം ലഭിക്കുന്നതിന് വേണ്ടി. ഇപ്പൊ ഇവിടെയാണെങ്കിൽ നമ്മളുടെ പിതാവ് അതിനെ ആസ്പദമാക്കി പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഇവിടെ നിന്ന് തീർത്ഥാടനമായിട്ട് റാസൽ ഖേമ പറഞ്ഞിരിക്കുന്ന അതാണ് ഹോളി സൈറ്റ്. അവിടെ പോവുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. ആ പരിശുദ്ധ കുർബാനയുടെ മുന്നിലിരുന്ന് അല്പസമയം പ്രാർത്ഥിച്ച് ധ്യാനിച്ച്, ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയമേ, പിന്നെ വിശ്വാസ പ്രമാണം ചൊല്ലുക. അതിനുശേഷം അവിടെ ഉടനെ തന്നെ ജൂബിലിയോടനുബന്ധിച്ചുള്ള കുർബാനയുണ്ട്. ആ കുർബാനയിൽ പങ്കുകൊള്ളണം. കുർബാനയ്ക്ക് ശേഷം നമ്മുടെ വിശ്വാസത്തെ വളർത്തുന്നതിന് ഉതകുന്ന പല ടോക്കുകളും ഉണ്ടായിരിക്കും, പ്രസംഗങ്ങളുണ്ടായിരിക്കും, ക്ലാസ്സുകളുണ്ടായിരിക്കും. അതിൽ പൂർണ്ണമായിട്ടും പങ്കുകൊള്ളുക. പിന്നീട് ഇതുപോലെ തന്നെ രോഗികളെ കാണുക, രോഗികൾക്ക് പാവപ്പെട്ടവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ പല കാര്യങ്ങളും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്.
കൂടാതെ നാം ഉപവാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ മാത്രമല്ല, പലതിലും നമുക്ക് ഉപവസിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട പലതുമുണ്ട് അല്ലേ. ആ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒന്ന് മാറ്റിവെക്കുക. അതിലൂടെ നാം ആ വിശുദ്ധി നേടണമെന്നുള്ള, നമ്മെ തന്നെ നിയന്ത്രിക്കുന്നതിനും വിശുദ്ധിയിലേക്ക് ആകണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് അത് മാറ്റിവെക്കുന്നു അല്ലേ. അത് കൂടാതെ ചിലപ്പോൾ നമ്മൾ ചിലപ്പോഴെല്ലാം മീഡിയ ഇല്ലാതെ ഒക്കെ പറ്റില്ല. മൊബൈല് 24 മണിക്കൂർ നമുക്ക് ഉറങ്ങുന്ന സമയത്ത് പോലെ നമ്മൾ മീഡിയ ഇൻവോൾവ് ആണ്. അപ്പോൾ കുറച്ച് സമയം അതിന് ഈ കാലയളവിൽ റെസ്ട്രിക്ഷൻ കൊടുക്കുക. പ്രത്യേകിച്ച് ഫ്രൈഡേ, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഭക്ഷണത്തിൽ തന്നെ കുറച്ച് ക്രമങ്ങൾ വരുത്തുക. ഇങ്ങനെയുള്ള അഡിക്ഷനായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം അകന്നു നിൽക്കുക. പാവകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക. രോഗികളെ സന്ദർശിക്കുക. പ്രായമായ വ്യക്തികളുണ്ട്, അവരുടെ കൂടെ അല്പസമയം ചെലവ് ചെയ്യുക. കാരണം പ്രത്യാശയുടെ വർഷമാണ്. ഇതെല്ലാം ചെയ്യുന്നത് എന്ത് ചെയ്യുക? പ്രത്യാശ നൽകണം. പ്രത്യാശ. അപ്പോൾ ആദ്യം തന്നെ പ്രത്യാശ നാം അനുഭവിച്ചറിയണം എന്താണെന്ന് പ്രത്യാശ. അപ്പോൾ അവരുടെ കൂടെ ചെലവ് ചെയ്ത് എല്ലാം കഴിയുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ദണ്ഡവിമോചനത്തിനുള്ള ചില മാർഗങ്ങളാണ്, വഴികളാണ്. അച്ഛാ, നേഴ്സുമാരെന്ന നിലയിൽ ഞങ്ങളുടെ സഹപ്രവർത്തകരിലേക്കും പ്രത്യേകിച്ച് ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന രോഗികളിലേക്കും ക്രിസ്തുവിൻ്റെ പ്രത്യാശ എങ്ങനെ പങ്കുവയ്ക്കാമെന്ന് പറഞ്ഞു തരാമോ? ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ പ്രൊഫഷനെ പറ്റി മനസ്സിലാക്കണം. അതിൻ്റെ മഹത്വം. പല പ്രൊഫഷനും ഉണ്ട്, പക്ഷെ നിങ്ങളുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് വലിയൊരു ദൈവത്തിൻ്റെ ഒരു കൃപയാണ്, ദൈവത്തിൻ്റെ ഒരു വിളിയാണ്. ആ വിളി മനസ്സിലാക്കണം. അത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രത്യാശ നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു വിളിയാണ് അല്ലേ. ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ യേശു അവർക്ക് കൊടുത്ത ഒരു പ്രത്യേക കൃപ കൂടിയാണ്, നിങ്ങൾ രോഗികളെ സുഖപ്പെടുത്തണം. അങ്ങനെയുള്ള വിളിയിൽ നിങ്ങൾ പങ്കാളികളാവുകയാണ്. എത്ര പേര് ഈ പ്രൊഫഷനിലേക്ക് വന്നപ്പോൾ അങ്ങനെയുള്ള ചിന്തയോടുകൂടി അല്ല, ഇതൊരു ജോലിയായിട്ട് സ്വീകരിച്ച് നിങ്ങൾ വന്നു അല്ലേ. പക്ഷെ പിന്നീട് നിങ്ങൾ തന്നെ കൂട്ടായ്മയിൽ പലരും തിരിച്ചറിഞ്ഞു ഇത് ദൈവത്തിൻ്റെ വിളിയാണെന്ന് അല്ലേ. ആ ദൈവവിളി ആണ് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ നിങ്ങളിൽ മാറ്റങ്ങൾ വന്നു അല്ലേ. അപ്പോൾ ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ള ആ ബോധ്യമുണ്ടെങ്കിൽ ആ വിളിച്ച വ്യക്തിയോട് നിങ്ങൾക്ക് കൂറുണ്ടായിരിക്കണം. വിളിച്ച വ്യക്തിയായിട്ടിരിക്കണം കുറച്ച് സമയം, ആ ശക്തി ലഭിക്കുന്നതിന്. അതിന് ഒരു മാർഗം പ്രാർത്ഥനയാണ് അല്ലേ. പ്രാർത്ഥന, അത് തന്നെ തിരുവചനം അല്ലേ, വചനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം. അപ്പോൾ വചനം വായിക്കുക, ഇത് ഉണ്ടായിരിക്കണം. അപ്പോൾ പ്രാർത്ഥനയും വചനവും അധിഷ്ഠിതമായി, അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു ശക്തി ലഭിക്കും. രണ്ടാമതായിട്ട് നിങ്ങൾ ഏകരല്ല, നിങ്ങൾ കുടുംബത്തിൽ നിന്നുള്ളതാണ്. നിങ്ങളുടെ ഹസ്ബൻഡുമാരുണ്ടാവാം, ഭാര്യമാരുണ്ടാവാം, കുട്ടികളുണ്ടാവാം, മാതാപിതാക്കളുണ്ടായേക്കാം. അപ്പോൾ കുടുംബം തന്നെ ഒരു നല്ല കൃപയുടേതാക്കി തീർക്കുക. നിങ്ങളുടെ സംസാരങ്ങളെല്ലാം തന്നെ ഒരു പ്രത്യാശയുടെ ആയിരിക്കണം. പല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായിട്ടും എല്ലാം കടന്നു വരും, പക്ഷെ അവിടെയും ആ ഒരു നല്ലൊരു അന്തരീക്ഷം കുടുംബത്തിലുണ്ടായിരിക്കണം. മൂന്നാമത്, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളിൽ തന്നെ നല്ലൊരു സ്നേഹബന്ധം, ഇങ്ങനെയുള്ള ഈ ബന്ധങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ആണ് നിങ്ങൾക്ക് പ്രത്യാശ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത കുടുംബത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും അതുപോലെ തന്നെ ജോലി ചെയ്യാൻ പോകുന്ന സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അല്ലേ. രോഗികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും വേണ്ടുന്ന ഒരു നല്ല ഒരു അന്തരീക്ഷം തരുവാൻ സാധിക്കുകയില്ല. അത്രമാത്രം ഭയങ്ങളും വേദനകളും എല്ലാം കടന്നു പോകണം. മരണത്തെ ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കുകയില്ല, നിങ്ങളെ തുറിച്ചു നോക്കും. ഇങ്ങനെ ആ ഒരു അന്തരീക്ഷമാണ്. ഇങ്ങനെയുള്ള ആ രോഗികളെ സ്നേഹിക്കുക, ഈ രോഗികളെ സ്നേഹിക്കുക. കാരണം ആ രോഗിയിൽ ഒരു യേശു ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ ഇങ്ങനെയെല്ലാം വരുമ്പോൾ ആ രോഗികൾക്ക് ഒരു പ്രത്യാശ നൽകുവാൻ സാധിക്കും. നിങ്ങൾ അവരുടെ ഹൃദയത്തിൽ ചെന്ന് മുട്ടുകയാണ് അല്ലേ. നല്ല സമറിയക്കാരുടെ കഥ കേട്ടിട്ടുണ്ട് അല്ലേ, മുറിവേറ്റ് കിടന്ന. ഇത് തന്നെയാണ് നിങ്ങളും ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത്രമാത്രം ജോലി ഭാരങ്ങളെല്ലാം ഉണ്ട് അല്ലേ. സമറിയക്കാരൻ വളരെ തിരക്കായിരുന്നു, വളരെ എങ്കിൽ തന്നെയും ഇങ്ങനെയുള്ളൊരു രോഗി വഴിയിൽ കിടക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം സമയം കണ്ടെത്തി ശുശ്രൂഷ കാണിച്ചു, അദ്ദേഹത്തെ എത്തേണ്ട സ്ഥലത്ത് എത്തിച്ച്. ഇത് തന്നെയാണ് നിങ്ങളും. ആ രോഗിയെ കണ്ടപ്പോൾ നിങ്ങൾക്ക് തിരക്കാണ് നിങ്ങൾ, പക്ഷെ എന്നാലും ഒരു നിങ്ങളുടെ ഒരു പരിചരണം, ആ സ്നേഹത്തോടുള്ള വാക്ക്, ഒരു തലോടൽ അല്ലേ, അവർ പറയുന്നത് കേൾക്കുക, ഇതെല്ലാം പറയുമ്പോൾ അവർക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. അവരുടെ ഹൃദയത്തിലേക്ക് യേശുവിനെ കടന്നു ചെല്ലുവാൻ അനുവദിക്കും. പ്രത്യാശ
നിങ്ങൾ നൽകുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വിളിയാണ് എന്നുള്ള മുന്നോട്ട് പോകാൻ തീർച്ചയായും നിങ്ങൾ പ്രത്യാശയുടെ പ്രവാചകരായി മാറും. നിങ്ങളുടെ ശുശ്രൂഷ മേഖല ഒരു വലിയ അൾത്താരയായിട്ട് മാറും. അവിടെ നിങ്ങൾ ബലി അർപ്പിക്കുകയാണ്, എല്ലാവരെയും ജീവൻ കൊടുക്കുകയാണ് അതിലൂടെ എന്നുള്ള ആ വലിയ വിശ്വാസം നിങ്ങൾക്കുണ്ടായിരിക്കണം. അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും എന്തെന്നില്ലാത്ത ആനന്ദം ഉണ്ടായിരിക്കും. അവരിൽ കാണുന്ന ഓരോ പുഞ്ചിരിയും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്ന ഓരോ കൃപകളായിട്ട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അച്ചോ, ഇന്നത്തെ തലമുറയിലെ അനേകം മക്കൾ നിരാശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. അവരിലേക്ക് ക്രിസ്തുവിൻ്റെ പ്രത്യാശയെക്കുറിച്ച് നമുക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും? ഏത് മീഡിയ എടുത്ത് നോക്കിയാലും ഇങ്ങനെയുള്ള പ്രയാസങ്ങളാണ് കാണുന്നത്. നിരാശകരമായിട്ടുള്ള ജീവിതത്തിലൂടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുന്നു, ചിലപ്പോൾ സ്വന്തമായിട്ട് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നു, അല്ലേ? കാരണം ഇവരെല്ലാം പ്രത്യാശ വെച്ചിരുന്നത് മറ്റു പല കാര്യങ്ങളിലായിരിക്കാം. ഒരു കുട്ടി ഈ ലോകത്തിലേക്ക് ജനിച്ചു വളരുമ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് കുട്ടിയെ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ആ സന്തോഷം നിലനിർത്തുവാനായിട്ട് ചിലപ്പോൾ മാതാപിതാക്കൾക്കും കൂട്ടായ്മക്കും കഴിയാതെ വന്നു പോകുന്നു, അല്ലേ? അങ്ങനെ അവർക്ക് കിട്ടേണ്ടത് കിട്ടാതെ വരുമ്പോൾ അവർ മറ്റുള്ള വേദികളിലേക്ക് അന്വേഷിച്ചു പോകുന്നു. ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ എന്നും അസ്വസ്ഥതയാണ്, ആ കുട്ടികളെ കേൾക്കുവാനായിട്ട് നിങ്ങൾക്ക് സമയമില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന നൽകുവാനായിട്ടുള്ള സ്നേഹം നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൊടുത്തുകൊണ്ട് കാര്യമായിട്ടില്ല. അവരുടെ ഭക്ഷണവും പഠനവും മാത്രമല്ല, പക്ഷെ അവർക്ക് ആവശ്യം നിങ്ങളുടെ സാന്നിധ്യമാണ്. പലപ്പോഴും നിങ്ങൾക്ക് സാന്നിധ്യം കൊടുക്കുവാൻ സാധിക്കുന്നില്ല. അങ്ങനെ പോകുമ്പോൾ അവർ മറ്റു സ്ഥലങ്ങളിൽ സാന്നിധ്യം അന്വേഷിച്ചു പോകും. അതുപോലെ തന്നെ ഏതെല്ലാം ഇന്നത്തെ മീഡിയ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്, അല്ലേ? പെട്ടെന്ന് ഓരോരുത്തരെയും പ്രേരിപ്പിക്കാനായിട്ട് സാധിക്കും. ഈ മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോരുത്തരും അവർ തോന്നിയ കാര്യങ്ങളാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ വേണമെങ്കിൽ ഒരു വ്യക്തിയെ നല്ല രീതിയിലേക്ക് നയിക്കാം, അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിലേക്ക് നയിക്കാം മീഡിയക്ക്, അല്ലേ? പലപ്പോഴും ഇങ്ങനെയുള്ള മീഡിയ അവരെ ഓവറായിട്ട് കൂടുതലായിട്ട് മറ്റുള്ള വഴികളിലേക്ക് നയിക്കുകയാണ്. അങ്ങനെ മീഡിയയിലാണ് എന്ത് ചോദ്യങ്ങൾ വന്നാലും ഉടനെ തന്നെ ഉത്തരം കണ്ടെത്തുന്നത് മീഡിയയിൽ നിന്നാണ്. ഇങ്ങനെ ഉത്തരമെല്ലാം കണ്ടുപിടിച്ച് കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നും അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കടന്നു വരും. അപ്പോൾ വേറെ ഏതെങ്കിലും മാർഗങ്ങൾ, ചിലപ്പോൾ മയക്കുമരുന്നായിരിക്കാം, ചിലപ്പോൾ മറ്റു മാർഗങ്ങളായിരിക്കാം, മറ്റു കൂട്ടുകെട്ടുകളായിരിക്കാം. അവസാനം ഇതൊന്നും അവർക്ക് കിട്ടുന്നില്ല, നിരാശയിലേക്കാണ് പോകുന്നത്. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് ഒരു സമറിയക്കാരിയ സ്ത്രീയെ പറ്റി നമുക്കറിയാം, അല്ലേ? അവളുടെ ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ അവൾ നല്ല വ്യക്തിയാണ്, പക്ഷെ അവളുടെ ജീവിതം അങ്ങനെ ആകുന്നത് അവൾ സംതൃപ്തിക്ക് വേണ്ടിയാണ്, അല്ലേ? അവൾ സംതൃപ്തിക്ക് വേണ്ടി നേടി നടന്നു. അവസാനം അവൾക്ക് സംതൃപ്തി കിട്ടിയില്ല. പക്ഷെ യേശുവുമായിട്ട് കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞ്, എന്നും ദാഹം തീരാത്ത ജലം എനിക്ക് തരുവാൻ സാധിക്കും. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ആ ജലം തന്നാലും, അല്ലേ? അതാണ് പ്രത്യാശ. എനിക്ക് പ്രത്യാശ നിനക്ക് തരുവാൻ സാധിക്കും. നീ പ്രത്യാശയ്ക്ക് വേണ്ടി പല സ്ഥലങ്ങളിലും ഓടി നടന്ന്, അല്ലേ? പക്ഷേ ഞാൻ അങ്ങനെയുള്ളൊരു പ്രത്യാശ എന്നിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ദാഹിക്കുകയില്ല. സക്കേവൂസ് എന്ന് പറഞ്ഞ വ്യക്തിയെ നമുക്കറിയാം. അദ്ദേഹത്തിന് എന്തെല്ലാം ഉണ്ടായിരുന്നു, സ്ഥലം എല്ലാം ഉണ്ടായിരുന്നു, പണത്തിന് വേണ്ടി മാത്രം ജീവിച്ചാണ്. പക്ഷേ സന്തോഷവാനായിരുന്നില്ല. പ്രത്യാശയില്ലാത്ത വ്യക്തിയെ പോലെ മുന്നോട്ട് പോയി അവസാനം യേശു ഒന്ന് കാണണമെന്നൊരാഗ്രഹം. ആ സമയത്ത് യേശുവിനെ കണ്ടുമുട്ടി ഭവനത്തിൽ സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ജൂബിലി വർഷം പ്രഖ്യാപിക്കുന്ന പോലെയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വസ്തുവിൽ പകുതി ഞാൻ കൊടുക്കുവാൻ പോവുകയാണ്, ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി ജൂബിലിയാണ്, അല്ലേ? കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് പ്രത്യാശ കടന്നു വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യാശ നൽകാനായിട്ട് സാധിക്കണം. മീഡിയയെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞെങ്കിൽ തന്നെയും മീഡിയ മോശമല്ല, മീഡിയ നല്ലതാണ്. മീഡിയ നന്നായിട്ട് ഉപയോഗിച്ച ഒരു വിശുദ്ധനാണ് കാർലോ അക്യൂത്തിയസ്, അല്ലേ? ഈ ഇടയ്ക്ക് നമുക്ക് കിട്ടിയ പുതിയൊരു വിശുദ്ധനാണ്, അല്ലേ? അദ്ദേഹം ഇതാണ് മീഡിയ. അദ്ദേഹം ഗെയിംസിന് വളരെ ഇഷ്ടമായിരുന്നു, കമ്പ്യൂട്ടർ ഗെയിംസ്, പിന്നെ അതിൽ കമ്പ്യൂട്ടർ കോഡിങ് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു, ആനിമേഷൻ ഇഷ്ടമായിരുന്നു. പക്ഷെ ഇതിനെല്ലാം പ്രത്യേകമായിട്ടുള്ള സമയങ്ങളുണ്ട്. ബാക്കി ഈ മീഡിയ മുഴുവനും ദിവികാരുണ്യ ഭക്തിയുടെ സന്ദേശം ലോകമെമ്പാടും എത്തിക്കുവാനായിട്ട് മീഡിയ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാം. മീഡിയ മോശമെന്നല്ല, വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യില്ലെങ്കിൽ നമ്മൾ മോശമായിട്ട് പോകും, നിരാശയിലേക്ക് നമ്മെ വിടും എന്നാണ് ഞാൻ പറയുന്നത്. അച്ഛാ, ഈ പ്രത്യാശയുടെ വർഷത്തെ ആപ്തവാക്യം എന്ന് പറയുന്നത് റോമ 5:5 ആണ്. അച്ഛനത് വിശദീകരിച്ചു, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്നുള്ളത്.
അപ്പോൾ മാതാപിതാക്കളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളിലേക്ക് അതെങ്ങനെ പകർന്നു കൊടുക്കാൻ പറ്റും? നിങ്ങളുടെ ജീവിതമായിരിക്കണം നിങ്ങളുടെ സന്ദേശം, നിങ്ങളുടെ വാക്കുകളല്ല, ഇത് പറഞ്ഞു കൊടുക്കലല്ല. ഈ പ്രത്യാശ നിങ്ങളുടെ ജീവിതത്തിലൂടെ തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അതിന് നിങ്ങളുടെ കുടുംബത്തിൽ പരസ്പരമുള്ള ബഹുമാനം, അല്ലേ, അങ്ങനെയുള്ള നല്ലൊരു സ്നേഹബന്ധം, എല്ലാം പരസ്പരം പറയുന്നു, പരസ്പരം ക്ഷമിക്കുന്നു, ഇതെല്ലാം കുട്ടികൾ കാണുകയാണ്. ഇതുപോലെ തന്നെ വീട്ടിൽ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക. സാധാരണ നമ്മൾ കുടുംബങ്ങളിലെല്ലാം പലവരുടെയും പോരായ്മകൾ അങ്ങനെയുള്ള പോരായ്മകൾ കാണുകയാണെങ്കിൽ അത് അവർക്കൊണ്ട് പ്രാർത്ഥിക്കുക. അത് സംസാരത്തിലല്ല വരേണ്ടത്, പക്ഷേ നല്ല കാര്യങ്ങളെ പറയുക. ദൈവം അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇടപെട്ട നല്ല നല്ല കാര്യങ്ങളെ പറ്റി കഥകൾ പറയണം, അനുഭവ കഥകൾ. ഇതെല്ലാം അവർക്ക് പ്രത്യാശ നൽകുവാനായിട്ട് സാധിക്കും. അവർക്ക് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ സാന്നിധ്യമാണ്. നിങ്ങളുടെ പണമോ നിങ്ങളുടെ മറ്റ് സൗകര്യങ്ങളോ അല്ല. ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതമാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് തൻ്റെ അനുയായികളോട്, നിങ്ങൾ എന്നും പ്രസംഗിക്കണം, പക്ഷെ പ്രസംഗിക്കുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വാക്കുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത് തന്നെയാണ് കുടുംബത്തിലും. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അവരോട് പറയാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അവർ തെറ്റുകൾ പറയാം എല്ലാം, പക്ഷെ അവർ ശ്രമിക്കുക. പലപ്പോഴും ശ്രമിക്കാനായിട്ട് സമയമില്ല, അല്ലേ, നിങ്ങളെല്ലാം ബിസിയാണ്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന സമയം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇങ്ങനെ എല്ലാം പരസ്പരം നമ്മൾ കുടുംബമായിട്ട് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു സന്ദേശം അവർക്ക് നിങ്ങളിൽ തന്നെ ആശ്രയിക്കാൻ, നിങ്ങൾ അവരെ ദൈവത്തിലേക്ക് ആശ്രയിക്കുവാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കും, അല്ലേ. നിങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം വളരെ നന്നായിരുന്നു. പ്രായോഗികമായ ജീവിതത്തിൽ എപ്രകാരം പ്രത്യാശയുടെ മക്കളായി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള ഒരു സന്ദേശമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത്. ഇതുപോലെ പ്രത്യാശയോടുകൂടി തന്നെ മറ്റുള്ളവരെയും നയിക്കണം. പ്രത്യേകിച്ച് നിങ്ങളുടെ ജോലി മേഖല അതുപോലെയുള്ളതാണ്. പ്രത്യാശയില്ലാത്ത വ്യക്തികളുടെ അടുക്കലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് എന്നുള്ള വലിയ, അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെയുള്ള നഴ്സുമാരെല്ലാം പല ഭവനങ്ങളിൽ നിന്നും പല ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വരുന്നവരാണ്. അവർക്കെല്ലാം ഈ ഒരു അനുഭവം ചിലപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് ദൈവകൃപ ലഭിച്ചവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സന്ദേശം നൽകാനായിട്ട് അവർക്ക് സാധിക്കും. പ്രത്യാശയുടെ രോഗികൾക്കും സാധിക്കും, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന അവർക്ക്. അങ്ങനെ ഒരുമിച്ച് നമുക്ക് ആ വിശുദ്ധിയിലേക്ക് പോകുവാനായിട്ട് എല്ലാവരെയും നിങ്ങൾക്ക് നയിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കൃപ ധാരാളമായിട്ട് ഉണ്ടാകട്ടെ. കാറ്റും കോളും നിറഞ്ഞ ഈ ലോകസാഗരത്തിൽ നമ്മുടെ ജീവിതമാകുന്ന തോണിയെ ലക്ഷ്യത്തിൽ നിന്ന് അകന്നു പോകാൻ അനുവദിക്കാതെ പിടിച്ചു നിർത്തുന്നത് യേശു ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. കടലിനെ ശാസിക്കുകയും ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത യേശു നമ്മുടെ ലക്ഷ്യം മാത്രമല്ല, സഹയാത്രികൻ കൂടിയാണ് എന്ന ബോധ്യം നമ്മിൽ പ്രത്യാശ നിറയ്ക്കട്ടെ. നമ്മുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ജോലി മേഖലയിലും യേശു എന്ന അമരക്കാരനു പിന്നാലെ പ്രത്യാശയോടെയും ധൈര്യത്തോടെയും സഞ്ചരിക്കുവാൻ നമുക്കാവട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.